ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വേഗത്തിൽ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാൻ വകുപ്പുകൾ. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക അതാത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറും. പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും. തുടർന്ന് നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. 1458 സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയത് കണ്ടെത്തിയതിന്റെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇതേ തുടർന്നാണ് വേഗത്തിൽ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാൻ വകുപ്പുകൾ തീരുമാനിച്ചത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക അതാത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറും. പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും. ശേഷം കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ട പലിശ സഹിതമുള്ള തുകയുടെ വിശദാംശങ്ങളും വകുപ്പുകൾക്ക് കൈമാറും. സാങ്കേതിക പിഴവ് ഒഴികെയുള്ള മറ്റ് കാരണങ്ങളിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനാണ് ധാരണ. പെൻഷൻകാർ, താൽക്കാലിക ജീവനക്കാർ എന്നിവയുടെ പട്ടികയും തയ്യാറാക്കുന്ന മുറയ്ക്ക് അതാത് വകുപ്പുകൾക്ക് കൈമാറും. പട്ടികയിൽ അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മരണപ്പെട്ടവരെ അതാത് സമയത്ത് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും തീരുമാനമായി. അതേസമയം ധനവകുപ്പ് നടത്തുന്ന പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.